എൻ്റെ നാട്ടിലെ കാളവേലയാണ്. പാലക്കാട് ജില്ലയിലുള്ളവർക്ക് കാളവേല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അതല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഇത് എന്താന്നുള്ളത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഈ കാള എന്ന് പറയുന്നത്. പകൽ കാണുന്ന പോലെയല്ല കാള, രാത്രി ഇതിൻ്റെ രൂപവും ഭാവമൊക്കെ മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടെ, അതായത് ഓരോ ടീമിൻ്റെയും കാളകൾ വൈകുന്നേരത്തോടുകൂടെ റെഡിയാവും. എന്നിട്ട് വലിയ മേളവും പരിപാടികളൊക്കെ ആയിട്ട് കുറേ സമയം അവിടെ നിന്ന് ഒരു 12 മണിയൊക്കെ ആവുമ്പോഴാണ് എല്ലാ കാളകളും ഓരോ ഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് വന്ന് കൂടിച്ചേരുക. അതിനുശേഷം പിന്നെ വെളിച്ചപ്പാട് കൂട്ടിക്കൊണ്ടുവന്ന് ഓരോരോ കാളകളെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും. എന്നിട്ട് അവരെ ഓരോരുത്തരും തൊഴുതതിന് ശേഷം പിന്നെ എല്ലാ കാളകളും ഇങ്ങനെ റൗണ്ട് ചുറ്റും. അതൊരു ഗംഭീര കാഴ്ച. നമ്മുടെ ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരുടെയും ഒരു ആവേശമാണ് ഇതിൻ്റെ മുമ്പിൽ കളിക്കുക എന്നുള്ളത്. ഒക്കെ കഴിഞ്ഞാൽ 3 റൗണ്ട് കഴിയുമ്പോഴത്തേക്കിനും ഒരു നേരവും. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ, ഇതിങ്ങനെ തോളിലേറ്റാണ്. ഇപ്പം പക്ഷേ സംവിധാനങ്ങളൊക്കെ മാറിയത് കൊണ്ട് വലിയ എഫേർട്ടില്ല, എന്നാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ കാളവേല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണയം ഞങ്ങളുടെ വളരെ ചെറിയൊരു ഗ്രാമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കാളകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ പാലക്കാട് ജില്ലയിൽ തന്നെ വളരെ പേരുകെട്ട മുളയൻകാവ്, കൈലിയാടുകാവ് എന്നൊക്കെ പറയുന്ന ആ ക്ഷേത്രങ്ങളിൽ 60, 70, 100 മുഖ ജോഡി വരെ കാളകളുണ്ട്. അപ്പോൾ ഇതൊരു ഗംഭീര സംഭവം തന്നെയാണ്. ഒരിക്കലെങ്കിലും കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ.